Hi guys, welcome to Sunny Thoughts. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട സിനിമ ടൊവിനോ തോമസിൻ്റെ നരിവേട്ട അനുരാജ് മനോഹർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ സിനിമയാണ്. അനുരാജ് മനോഹർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ ഷൈൻ നിഗത്തിൻ്റെ ഇഷ്ക് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയാണ്, തെറ്റില്ലാത്തൊരു സിനിമയാണ്. ആ സിനിമയുടെ ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ആദ്യ ചിത്രത്തേക്കാൾ വലിയ ക്യാൻവാസിൽ വലിയ നടനെ വെച്ച് വലിയൊരു സബ്ജക്റ്റ് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സംവിധായകൻ്റെ ഒരു വിജയം തന്നെയാണ്. കാരണം ഇഷ്ക് എന്ന് പറയുന്ന സിനിമ കുറച്ചും കൂടി ഒരു റൊമാൻറ്റിക് റിവെഞ്ച് മൂഡിലുള്ളൊരു പടമായിരുന്നു. പക്ഷേ ഈ പടത്തിലേക്ക് വരുമ്പോൾ ഇതൊരു സോഷ്യൽ കോസാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ മെയിനായിട്ട് പരാമർശിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളൊരു റിയൽ ഇൻസിഡൻറ്റിനെയാണ്. ഞാൻ ഇൻസിഡൻറ്റിൻ്റെ പേരൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വലിയ ഇൻസിഡൻ്റാണ്. ആ ഇൻസിഡൻറ്റ് മൂലം കേരള പോലീസിനുണ്ടായ, കേരള ഗവൺമെൻറ്റിനുണ്ടായ, മുഖ്യമന്ത്രിക്കുണ്ടായ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അന്ന് കേട്ടിട്ടുള്ളതാണ്. നിങ്ങളെന്തായാലും ചിത്രം കണ്ടു തന്നെ അത് ഏതാണ് സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ഇന്നതാണ് എന്ന പടത്തിൽ പറയുന്നില്ല. പക്ഷെ നമ്മൾക്ക് അതിനെക്കുറിച്ച് കേട്ടറിവുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, ഇത് ഇന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ആ ഒരു സബ്ജക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ബോൾഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടത്തിൻ്റെ കഥ. അപ്പോൾ അത് വളരെ തെറ്റില്ലാത്ത നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ ഇത്തരം ഒരു ബോൾഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എടുത്തത് എന്നുള്ളത് വെച്ച് ഇതൊരു മികച്ച സിനിമയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പടം നല്ല പടമാണ്, വൺ ടൈം വാച്ചബിളാണ്, ഒരു പ്രാവശ്യം നല്ല രീതിയിൽ കാണാവുന്ന ഒരു സിനിമയാണ്. അതിനപ്പുറം ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു സ്ക്രിപ്റ്റോ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസോ ഈ സിനിമയിലില്ല എന്നുള്ളതാണ് സത്യം. ടൊവിനോ തോമസ് അടുത്തൊരു സൂപ്പർ സ്റ്റാർ ആകും എന്ന് പലരും വിലയിരുത്തുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നടൻ ഒരുപാട് മെച്ചപ്പെടുന്നുണ്ട് എന്നല്ല, പക്ഷേ ഓരോ സിനിമയിലും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ എന്തായാലും അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഈ സിനിമയിൽ പേഴ്സണലി കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇതിനു മുമ്പ് ടൊവിനോട് അന്വേഷിപ്പിക്കും കണ്ടെത്തും എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റോറി വന്നിരുന്നു. എൻ്റെ ഭയങ്കര ഫേവററ്റ് പടമാണ്. ഈവൻ 2024 എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവററ്റ് മലയാളം പടമാണ്. ഒരുപാട് വലിയ വലിയ ഹിറ്റുകളുള്ള വർഷമാണ് 24 എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്റ്റിൽ എൻ്റെ ഫേവററ്റ് അന്വേഷിപ്പിക്കും കണ്ടെത്തുമായിരുന്നു. പക്ഷേ ആ സിനിമ ബോക്സ് ഓഫീസിൽ കാര്യമായിട്ട് ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. അതെനിക്കൊരു ഇത്തിരി സങ്കടം തോന്നിയിരുന്നു. കാരണം ടൊവിനോ നല്ല രീതിയിൽ ആ പടത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസുകാരൻ്റേതായിട്ടുള്ള അമർഷം, സങ്കടം, ഒരു കുറ്റാന്വേഷകൻ്റേതായിട്ടുള്ളൊരു ചടുലത എല്ലാം ആ കഥാപാത്രത്തിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ടൊവിനോ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ടൊവിനോ പോലീസായിട്ട് വരുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പെർഫോമൻസിൽ ടൊവിനോ വളരെ നന്നായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു സ്വന്തം കാര്യം നോക്കുന്ന ഒരാളുടെ ക്യാരക്ടറാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേരൻ, പിന്നെ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ നല്ലൊരു കാസ്റ്റ് ഈ പടത്തിലുണ്ട്. എല്ലാവരും കാസ്റ്റിംഗ് എല്ലാം നല്ലതായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത് BGM ആണ്. ജേക്സ് ബിജോയ് മാൻ, നിങ്ങളെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം സുഷീൻ ഷ്യാമിൻ്റെ പുറകെയാണ് മലയാളികൾ മുഴുവൻ. ജേക്സ് ബിജോയ്ക്ക് വേണ്ട അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് പേഴ്സണലി പണ്ട് തൊട്ട് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. അത് വീണ്ടും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പം തുടരുമ്പിലാണെങ്കിലും ഇപ്പോൾ ഈ റീസെൻ്റ് വന്ന നരിവേട്ടിലൊക്കെ ആണെങ്കിലും അതിൽ കൊടുത്തിരിക്കുന്ന BGM ഒരു രക്ഷയില്ല. അയാളുടെ കഴിവ് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഡെട്രോയിറ്റ് ക്രോസിംഗ്, രണം എന്ന് പറയുന്ന പൃഥ്വിരാജ് സിനിമയിൽ ടൈറ്റിൽ ട്രാക്ക് മാത്രം കേട്ടാൽ മതി. അതായത് ഒരു വെസ്റ്റേൺ, പിന്നെ തമിഴ്, മലയാളം റാപ്പുകളുടെയൊക്കെ ഒരു മിക്സും. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈറ്റിൽ ട്രാക്ക് ഇൻ മോളിവുഡ് എന്ന് തന്നെ വിളിക്കണം ആ പാട്ടിനെ. അപ്പോൾ അതൊന്നും മാത്രം കണ്ടാൽ മതി ജേക്സിൻ്റെ കഴിവ് അറിയാനായിട്ട്. അപ്പോൾ സിനിമ ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ ആരും ഇതിനെ സമീപിക്കരുത്. പിന്നെ പല സ്ഥലങ്ങളിൽ പോസ്റ്റൊക്കെ കണ്ടായിരുന്നു, ഇത് മലയാളത്തിൻ്റെ വിടുതലയാണ്, അങ്ങനെയും സമീപിക്കരുത്. ആ ഒരു റേഞ്ചിലേക്ക് പടം പോയിട്ടില്ല. എന്നാൽ എൻ്റർടൈനറും അല്ല. ഒരു നല്ല സിനിമ, നല്ല സോഷ്യൽ കോസുള്ളൊരു സിനിമ, നല്ല മെസ്സേജ് ഉള്ളൊരു സിനിമ, അതൊരു വൺ ടൈം വാച്ചബിളായിട്ട് കാണാവുന്ന രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു എക്സ്പീരിയൻസ് മാത്രം പ്രതീക്ഷിച്ചേ പോകാൻ പാടുള്ളൂ. നല്ല സിനിമയാണ്, ഒരിക്കലും മോശം സിനിമയല്ല. പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമയല്ല. എക്സ്ട്രാ ഓർഡിനറി പടമാണെന്ന് കരുതി പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിരാശ വരും. കഴിയാവുന്നവരെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നമുക്ക് വരും ദിവസങ്ങളിൽ സിനിമയുടെ ബോക്സ് ഓഫീസ് കാര്യങ്ങളെല്ലാം ഏത് രീതിയിലാവും എന്നുള്ള അറിയാം. ഇപ്പോൾ നമുക്കൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ